തങ്കരാജിന്റെ JCB റവന്യൂ അധികൃതർ കണ്ടുകെട്ടിയിട്ട് 2 വർഷമാകാറായി. 37 ലക്ഷം രൂപ ലോണെടുത്ത് JCB വാങ്ങി 6-ാം മാസമാണ് കേസിൽ അകപ്പെടുന്നത്. കഴിഞ്ഞ 22 മാസമായി പോലീസ് കസ്റ്റഡിയിൽ കിടക്കുന്ന വാഹനത്തിന് തന്റെയും കുടുംബത്തിന്റെയും പേരിലുള്ള സ്ഥലവും സ്വർണവുമെല്ലാം വിറ്റ് കുറേക്കാലം തങ്കരാജ് വായ്പ തിരിച്ചടച്ചു. പള്ളിക്കമ്മിറ്റി ഭാരവാഹികൾ വാഗ്ദാനം നൽകിയെങ്കിലും ഒന്നും നടപ്പായില്ല. ഇതോടെയാണ് പെരുന്നാൾ ദിനത്തിൽ പള്ളിവളപ്പിൽ ഉപവാസമിരിക്കാൻ തങ്കരാജും കുടുംബവും തീരുമാനിച്ചത്. ഇന്നിപ്പോൾ 22 മാസമായി നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ ബാക്കിൽ നടക്കുന്നതാണ്. ഇന്നിപ്പോൾ എന്നാലും പിന്നെ വന്നിട്ട് ഇരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇപ്പോൾ ബാങ്കിൽ നിന്ന് കടലാസ് വന്നു, ജപ്തി നോട്ടീസ്. അതിന് പരിഹാരം തീർക്കണം, എന്തെങ്കിലും ആക്കണം പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. പ്രതിഷേധിച്ച തങ്കരാജിന് വേണ്ടി ശബ്ദമുയർത്താൻ വിശ്വാസികൾ കൂടി രംഗത്തെത്തിയതോടെ 10 ദിവസത്തിനുള്ളിൽ പ്രശ്നം പരിഹരിക്കാമെന്ന് ഉറപ്പു നൽകിയിരിക്കുകയാണ് പള്ളി ഭാരവാഹികൾ. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.